തനുജ, എന്താ ചേട്ടാ? ആന്റി കുളിക്കാൻ പോയിരിക്കാം. കുടിക്കാൻ എന്തെങ്കിലും വേണോ? കോഫി എടുക്കട്ടെ? ഒന്നും വേണ്ട, നീ ഇവിടെ ഇരുന്നേ. എന്താ ചേട്ടാ? എനിക്ക് ചേട്ടൻ പറയാം. ആ, ഇരുന്നു. പ്രഭാവതിയും പിള്ളേരും വന്നിരുന്നല്ലോ. വലിയ പ്രകടനം കാഴ്ചവെച്ചിട്ടല്ലേ തിരിച്ചു പോയത്? സത്യം പറഞ്ഞ എനിക്ക് അവരെ കണ്ടപ്പോ പാവം തോന്നി. പാവോ? എനിക്ക് എല്ലാത്തിനും എടുത്ത് ചവിട്ടി കൂട്ടാനാ തോന്നിയത്. അന്ന് ഏട്ടൻ ഇല്ലാതിരുന്നപ്പോ ആ പ്രഭാവതി വന്ന് നടത്തിയ പ്രകടനം കാണണം. അതുപോലെ തന്നെ ആ നന്ദനും ഗിരിയും, അവരും കുറെ ഷോ കാണിച്ചു. ഇപ്പൊ തന്നെ ചേട്ടനോട് ഒരു പേടി അവര് കാണിച്ചില്ല. ചേട്ടനും അവരെ പേടിച്ച പോലെ എനിക്ക് തോന്നി. ഞാനെന്തിനാ അവരെ പേടിക്കുന്നത്? മോളെ, കഴിഞ്ഞതൊക്കെ അങ്ങ് പോട്ടെ. അവര് പാവത്തുങ്ങളെ പോലെ അങ്ങ് വന്നതല്ലേ. എന്ത് പാവത്തുങ്ങള്? അവര് നമ്മളെ ആക്ഷേപിക്കാൻ വന്ന പോലെ എനിക്ക് തോന്നിയത്. പ്രഭാവതി അവസാനം മുറിയിലേക്ക് വന്നില്ലേ? എന്തിനാന്നറിയാമോ? എന്തിനാ? എന്റെ കാല് പിടിക്കാൻ. കാല് പിടിക്കാനോ? അവർക്ക് ഒരു കാര്യം സാധിച്ചു കൊടുക്കാനേ ഒരേ കരച്ചില്. എന്ത് കാര്യം? ചന്ദ്രോത്തുകാരുടെ പ്രോപ്പർട്ടിയില്ലേ, നീ ഇനി അവകാശമൊന്നും ഉന്നയിക്കണ്ട മോളെ. അതൊക്കെ വിട്ടുകളാ. ഏട്ടാ ഇത് എന്താ പറയുന്നേ? പറഞ്ഞില്ലേ, അവരുടെ ആ കരച്ചിലും പിഴിച്ചിലൊന്നും കാണാൻ വയ്യെന്നേ. ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ മോളെ? ചേട്ടൻ ചന്ദ്രോത്തുകാരുടെ മുന്നിൽ സറണ്ടർ ചെയ്തോ? കൊള്ളാം, സറണ്ടർ ചെയ്യാനും. ഞാനൊന്ന് നേരെയാവട്ടെ, തീർത്ത് കളയും. ഇല്ല, എനിക്കെന്തോ പേടി തോന്നുന്നു. ചേട്ടന്റെ മൊത്തത്തിലുള്ളൊരു തളർച്ച, പ്രഭാവതി വന്നപ്പോഴുള്ള ഒരു ക്ഷീണാവസ്ഥ. ഇപ്പതാ സ്ഥലത്തിന്റെ കാര്യം പറയുന്നു. എന്താ ചേട്ടാ? എന്താ കാര്യം? ഒന്നുമില്ലെന്നേ. ഞാനേ മൊത്തത്തിലൊന്ന് പറഞ്ഞതാ. ഏട്ടൻ തൽക്കാലം ഒന്ന് വിശ്രമിക്കേ. ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ത്യാഗരാജൻ ചേട്ടന് എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്. ഇനി ചന്ദ്രോത്തുകാര് സ്വാധീനിച്ചോ? വരട്ടെ, നോക്കാം. ഭഗവാനെ, ഇനി ഇതിന്റെ പേരിൽ അടുത്തടി കിട്ടുമോ എന്തോ.